ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അക്കീസ് വ്ലോഗ്. ഞാൻ എന്നും വിചാരിക്കും അമ്പലത്തിൽ പോകണം. പക്ഷെ അമ്പലത്തിൽ പോകാൻ പറ്റില്ല. കാരണം നമുക്കൊക്കെ കുട്ടികൾ സ്കൂളിൽ പോയി കഴിഞ്ഞിട്ട് നമ്മൾ വിചാരിക്കും അന്ന പോവാ വിചാരിച്ചിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ ഒരുപാട് പണികളാണ്. ആ പണികളൊക്കെ കഴിയുമ്പോഴേക്കും നേരം കുറയും. അപ്പോൾ അമ്പലത്തിൽ പോകാൻ പറ്റില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒന്ന് അമ്പലത്തിൽ പോവാ പറഞ്ഞിട്ട് വേഗം കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇതാ തെറ്റുമുണ്ടൊക്കെ ചുറ്റി സുന്ദരിയായതാണ്. ഇനി ഞാൻ ചായ ഒന്നും കുടിച്ചിട്ടില്ല. ഇനി പെട്ടെന്ന് അമ്പലത്തിൽ പോയി പോട്ടെ. അപ്പം ഞങ്ങളുടെ അമ്പലം പറഞ്ഞെന്ന് പറയുന്നത് മേൽക്കൂര ഇല്ലാത്ത അമ്പലം. കാരണം ഭഗവതിക്ക് മേൽക്കൂര ഇഷ്ടമല്ല. അപ്പോൾ വെയിലും മഴയൊക്കെ നേരെ ആ ശ്രീകോവിലേക്ക് ചെല്ലും. അപ്പോൾ അങ്ങനത്തെ ഒരു ഹലോ ഗായ്സ്, ഇതാണ് പറമ്പത്തുകാവ് അമ്പലത്തേക്ക് പോണ വഴി. ഭയങ്കര എന്താ പറയുക, ഒരുപാട് കാടിൻ്റെ അവിടെയാണ് ഈ ഒരു അമ്പലം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ പോരുന്ന വഴിയൊക്കെ നിങ്ങൾക്കൊന്ന് വീഡിയോ എടുക്കാൻ വിചാരിച്ചു. പക്ഷേ അപ്പോൾ ഞാൻ അച്ഛനോട് എന്ന് വെച്ചാൽ നമുക്ക് രണ്ടാൾക്കും ഒപ്പം പോകാറുണ്ട്. അച്ഛനെ കാലുവേദന, അപ്പം അച്ഛനൊന്നിക്ക് പോയി പറഞ്ഞോ. കണ്ടോ, അമ്പലത്തേക്കുള്ള വഴിയാണ് ഇതൊക്കെ. അപ്പം ഇനി ഒരു ദിവസം ഈ അമ്പലത്തേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് വഴിയൊക്കെ ഞാൻ വീഡിയോ എടുക്കണ്ടേ. ഒരു പറമ്പിൻ്റെ നടുവിലാണ് ഈ അമ്പലം. ഇവിടെ പറഞ്ഞാൽ പൂരണ്ടാകുമ്പോൾ എന്താ പറയുക, എത്ര ആളുണ്ടായാലും അറിയില്ല. അത്രയും എന്താ ഒരു വലിയൊരു പറമ്പാണ്. ഇടയ്ക്കൊക്കെ പറമ്പാണ്. അങ്ങനെ ഞാനിപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ വണ്ടി സ്കൂട്ടിയിലാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ഈ വഴിയൊക്കെ ഒന്ന് കാണാമല്ലോ വെച്ചിട്ട് ഇങ്ങനെ ഞാൻ ആ സ്കൂട്ടി എത്രയും ദൂരെ നിർത്തിയിട്ടാണ് വരുന്നത്. നേരത്തെ ഒരു അമ്പലത്തേക്ക് വന്നാലൊന്നും ഇവിടെ തുറക്കില്ല തോന്നുന്നു. നമ്മളൊക്കെ ഒരു 6:30 മണി ആ നേരത്തൊന്നും വന്നാൽ ഈ അമ്പലം ഉണ്ടാവില്ല. കാരണം അപ്പോൾ ഒന്നും വെഴുകി ഒരു 8 ആ ടൈമിലൊക്കെയാണ് ഓപ്പൺ ആവുള്ളൂ തോന്നുന്നു. ഞാൻ അങ്ങനെ നേരത്തെ വന്നിട്ടില്ല. ഒരു ദിവസം 6 മണിക്ക് വന്നെ, അന്ന് അമ്പലം തോന്നിട്ടില്ല. കണ്ടോ, ഇത്രയും ഇതാണ്. കുറേ ആളുകൾ അമ്പലത്തിൽ വരുന്നുണ്ട്. അമ്പലം അടച്ചിട്ടൊന്നുമില്ലല്ലേ ചേച്ചി? ആ ഇതിനൊരു വഴിയുണ്ട്, ഇതാണ് നേരെയുള്ള വഴി. ഒമ്പതര ആയിട്ടുള്ളൂ. എന്നാലും ഏതൊരു അമ്പലത്തേക്കും നേരത്തെ പോകുമ്പോൾ നമുക്ക് പേടില്ല. അല്ലാണ്ടെങ്കിൽ ചില അമ്പലമൊക്കെ 8-9 മണിയാകുമ്പോഴേക്കും അടയ്ക്കും. ഇവിടെ ഒരുപാട് അമ്പലമുണ്ട്. കാടാമ്പുഴ, ഇത് ഈ അമ്പലം പറമ്പത്തുകാവ്. ഇതാണ് അമ്പലത്തിൻ്റെ ചുറ്റൂറും മൊത്തം. കണ്ടോ, ഒരു കാട് പോലുള്ള സ്ഥലമാണിത്. അതിൻ്റെ നടുവിലാണ് ഈ അമ്പലം വരുന്നത്. അമ്പലത്തേക്ക് പോകാൻ ഇഷ്ടമുള്ളവരും ഇങ്ങനത്തെ സ്ഥലങ്ങൾ കാണാൻ ആഗ്രഹമുള്ളവരൊക്കെ നമ്മുടെ മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരി പറഞ്ഞ സ്ഥലത്ത് വെണ്ടല്ലൂരാണ് ഈ അമ്പലം ഉള്ളത്. കണ്ടോ, ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഭാഗത്തൊരു മേൽക്കൂര ഉണ്ടാവില്ല. കണ്ടോ, ഈ ഒരു ഇത് കഴിഞ്ഞ മേൽക്കൂരില്ല. അവിടെ ഭഗവതി ഇരിക്കുന്നത്. ഒരുപാട് കണ്ടോ, കല്ലിൽ കൊത്തുള്ളതൊക്കെ കുത്തിവെച്ച് ഒരുപാട് വള്ളിക്കുടിയിലും കാര്യങ്ങളും. എനിക്കെപ്പോഴും ഒരു അതിശയം തോന്നിയത് ഈ ഒരു മരത്തിൻ്റെ വേരിലാണ്. ഇങ്ങനെ കണ്ടോ, ഭഗവതിയുടെ ഭൂതഗണങ്ങളാണ് തോന്നുന്നു, എനിക്കറിയില്ല. കണ്ടോ, ആ ഒരു അങ്ങനെ പോയി വന്നു. ഭയങ്കര വിശക്കണു. എന്താ പറയുക, രാവിലെ ഭക്ഷണമൊന്നും കഴിക്കാതെ പോയതാണ്. അപ്പോൾ ഞാൻ ഭക്ഷണമൊക്കെ കഴിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇവിടെ നിർത്തുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി നാളെ പുതിയൊരു വ്ളോഗുമായിട്ട് വീണ്ടും കാണാം. ടാറ്റാ.